പ്രശാന്ത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരക്കഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് മുരാരി ബാബു. ആ മുരാരി ബാബുവിനെതിരെയാണ് ഇപ്പോൾ നടപടി വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിശദീകരണം സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരുന്ന ആൾ തന്ത്രിയെയും കൂടി ആ ഒരു സീനിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് തന്ത്രിക്ക് ഞാൻ അറിയിപ്പ് നൽകിയിരുന്നു. മാത്രമല്ല എഴുതിയ കാര്യം എന്താണ്? ക്ലാഡ് ചെയ്ത വളരെ നമുക്ക് തെളിവുകൾ സഹിതം നമ്മൾ പുറത്തുവിട്ട ഒരു സംഭവത്തിലാണ് ഒരു കഥയറിയാതെയുള്ളൊരു മറുപടി ഒരു ഉദ്യോഗസ്ഥൻ, ദൈനംദിന കാര്യങ്ങൾ നോക്കുന്ന ഉദ്യോഗസ്ഥനാണ് അല്ലേ, ശബരിമലയിലെ ദൈനംദിന കാര്യങ്ങൾ നോക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ എത്രത്തോളം റോള് ഈ മുരാരി ബാബുവിന് ഈ സംഭവത്തിലുണ്ട്? ഇതിനെല്ലാത്തിനും ഉത്തരവിറക്കുമ്പോഴും എല്ലാം പറയുന്നത് ഇതിനെല്ലാം തന്ത്രിയുടെ അനിഞ്ഞ വാഞ്ചിതൊക്കെ ചെയ്യുന്നു എന്നാണ്. ഇതിലേറ്റവും പ്രധാനം കൈപ്പള്ളി, നമുക്ക് സന്തോഷമുള്ള കാരണം ഇന്നലെ മാതൃഭൂമി ന്യൂസ് ഈ വാർത്തയെല്ലാം പുറത്തു വന്നതിന് വിട്ടതിന് ശേഷം ഇന്നലെ ഹൈക്കോടതിയിൽ ഇടപെടൽ വരുന്നു, അന്വേഷണ സംഘത്തെ നിയമിക്കുന്നു. ഇന്നിപ്പോൾ 2019 ഉത്തരവ് ഞാൻ അന്ന് നൽകുമ്പോൾ ഈ ഉത്തരവ് സ്വർണം ചെമ്പാക്കിയ ഉത്തരവ്, ഈ ഉത്തരവ് പുറത്തുവിട്ടതിന് ശേഷമുള്ള ബോർഡിന്റെ ആദ്യത്തെ നടപടിയാണ് ഈ എൻ്റെ എപ്പിസോഡിലെ ആദ്യത്തെ ദേവസ്വം ബോർഡ് നടപടിയാണിത്. അപ്പോൾ മുരാരി ബാബു ചെയ്ത പ്രധാനപ്പെട്ട തെറ്റായിട്ട് ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗം വിലയിരുത്തി എന്താണെന്നോ, ഈ 19 ഈ ഉത്തരവിറക്കി, അതായത് സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തെ ചെമ്പാക്കിയ ഉത്തരവ്, ആ ഉത്തരവ് മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന നിലയിൽ ആ ഉത്തരവ് എഴുതിയത് ഗുരുതരമായ വീഴ്ചയാണ്. അതായത് അവിടെ സ്വർണം തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴത്തെ ബോർഡ് നേതൃത്വത്തിന് ഒരു സംശയവും തർക്കവുമില്ല. മാത്രമല്ല അങ്ങനെ ഇരിക്കെ ഇത്തവണ വീണ്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദ്വാരപാലക ശില്പത്തിന് അറ്റകുറ്റപ്പണി ഗ്യാരണ്ടി നൽകിയിട്ടുണ്ടല്ലോ 40 വർഷം, അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി ഉള്ള ആലോചന വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുക്കണം എന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇത്തവണ. അവിടെ പിന്നെ പ്രശാന്ത്, അവിടെ ഒരു ഡ്രാമ ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡ്രാമ ക്രിയേറ്റ് ചെയ്താൽ അദ്ദേഹം പറയുകയാണ് ഇത് 40 വർഷത്തെ ഗ്യാരണ്ടി നമുക്കിത് ആരെ ഏൽപ്പിക്കണം എന്ന ചർച്ച ദേവസ്വം ബോർഡ് നേതൃത്വത്തിൽ വരുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനോടൊക്കെ ഇദ്ദേഹം പറയുന്നത് നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വിളിക്കാം, കാരണം 40 വർഷത്തെ ഗ്യാരണ്ടി തന്നിരിക്കുകയല്ലേ. അപ്പോൾ 40 വർഷത്തെ ഗ്യാരണ്ടി തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പറ്റി. അപ്പോൾ PS പ്രശാന്തും ബോർഡ് നേതൃത്വം പറയുകയാണ് ഇത് നമുക്ക് 10 ഗ്രാം സ്വർണത്തിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. ആ 10 ഗ്രാം സ്വർണം ഇപ്പോൾ 1 പവനും 2 ഗ്രാമും കൂടി ഉള്ളൂ. അത് ദേവസ്വം ബോർഡിന് തന്നെ വഹിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ 40 വർഷത്തെ ഗ്യാരണ്ടി ഉള്ളത് കൊണ്ട് നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ കൊണ്ടുവരാം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് എന്താണ്? അപ്പോൾ അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു ഞാൻ 2019 ചെയ്തതുപോലെ ദ്വാരപാലക ശില്പം അഴിച്ചെടുത്ത് കൊണ്ടുപോയിക്കോളാം എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ബോർഡ് നേതൃത്വം വഴങ്ങിയില്ല. തന്ത്രിയുടെ റോൾ എന്താണ്? ഈ ഇദ്ദേഹം പറയുന്നത് ആവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് നടപടി നേരിട്ട സമയത്തിനും ശേഷവും അദ്ദേഹം പറയുന്നു എന്താണ്, ഞാൻ അറിയിക്കേണ്ട പ്രകാരം അതിന്റെ വ്യവസ്ഥ പ്രകാരം ഞാൻ തന്ത്രിക്ക് ഈ ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പ് നൽകി എന്ന് പറയാം. അങ്ങനെ ഒരു ആശയവിനിമയം നടന്നിട്ടുണ്ട്. ഇത് സാധാരണ താന്ത്രികമായ കാര്യങ്ങളിലാണ് തന്ത്രി നടപടി എടുക്കേണ്ടത്. ദ്വാരപാലക ശില്പത്തിന്റെ വിഷയവും ഒരു താന്ത്രിക വിധി എന്ന നിലയിലാകണം. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ തന്ത്രി, ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം തന്നെ തന്ത്രിയുടെ വാക്ക് വളരെ പ്രധാനമാണ്. അതൊരു അവസാന വാക്ക് എന്ന നിലയിൽ കൂടി കണക്കിലെടുത്താണ് ഈ തന്ത്രിയുടെ അനുജ്ഞ വാഞ്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മഹസർ എഴുതുമ്പോൾ അതിൽ ഒപ്പിടുന്നതെല്ലാം തന്നെ ശബരിമല തന്ത്രിയും ഒപ്പിടുന്നു. 2019 മഹേഷ് മോഹനർ ഒപ്പിട്ടിട്ടുണ്ട് മഹസറിൽ. അപ്പോൾ ഈ അത്തരം ഒരു തീരുമാനമെടുത്ത് ഇപ്പൊ തന്ത്രിക്ക് ഇതിൽ വേറെ എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നുള്ളതൊന്നും പറയാൻ നമ്മളാളല്ല. അപ്പോൾ അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് അദ്ദേഹം നടത്തിയ മറ്റെന്തെങ്കിലും ആശയവിനിമയമോ? കാരണം ഇത് ആദ്യത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്, വെറും ഒരു ഉദ്യോഗസ്ഥൻ, എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ, അല്ലെങ്കിൽ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഇന്നത്തെ കഴിഞ്ഞു പോയ വർഷത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ, ഈ പ്രധാനപ്പെട്ട തസ്തികയിൽ ഇരിക്കുന്ന ഒരാൾ മാത്രം വിചാരിച്ചാൽ അങ്ങനെ നടക്കുമ്പോൾ ബാക്കി കാര്യം ഇത് ഒരു ആദ്യ നടപടി. കാരണം 2019 ഒരു കോമൺ ഫാക്ടറായി വരുന്നത് ഈ മുരാരി ബാബുവാണ്. കാരണം 19 അദ്ദേഹം ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ഈ 2025 ഇതേപോലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണം പൂച്ചൽ വിഷയം വന്നപ്പോൾ അദ്ദേഹം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഒരു കോമൺ ഫാക്ടറാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ടാണ് മുരാരി ബാബുവിനെതിരെ നടപടി വരുന്നത്. കാരണം മുരാരി ബാബു അന്ന് ഈ ഉത്തരവ്, വിവാദ ഉത്തരവ് 2019 ജൂലൈ മാസം 5-ാം തീയതി ഉത്തരവിറക്കുമ്പോൾ മുരാരി ബാബു അവിടെ ഉണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഈ ദ്വാരപാലക ശില്പം സ്വർണം പൂശി സെപ്റ്റംബർ മാസത്തിൽ തിരികെ പുനഃസ്ഥാപിക്കുമ്പോൾ അന്ന് ശ്രീകുമാർ എന്ന് പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. അപ്പോൾ മുരാരി ബാബു ഇവിടെ രണ്ടിടത്തും കോമൺ ഫാക്ടറായി വന്നതുകൊണ്ടാണ് മുരാരി ബാബു. വളരെ പ്രധാനപ്പെട്ട ഇനി നമ്മൾ അറിയേണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അറിവിലേക്ക്, ഈ മുരാരി ബാബു ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് സത്യമോ അതോ എന്താണ് അതിലെ യാഥാർത്ഥ്യം എന്ന് അനന്തൻ ഇന്ന് മുരാരി ബാബു എന്ന വ്യക്തിയുടെ ബൈറ്റ് എടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 98 ഇത് ക്ലാഡിംഗ് നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അന്നത്തെ ഈ സ്വർണത്തിന്റെ പാളി സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അന്ന് വലിയ നൽകിയതും എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദീകരിച്ച് പ്രേക്ഷകരുടെ അറിവിലേക്ക് ഓരോ ദിവസം എത്തിച്ചതുമാണ്. ഇതൊക്കെ നോക്കുമ്പോൾ ഈ കഥയിൽ അദ്ദേഹം പടച്ചു കൂട്ടിയ കാര്യങ്ങൾ, പടച്ചുവിട്ട കാര്യങ്ങളും യഥാർത്ഥ കാര്യങ്ങളും പൊരുത്തക്കേടുകളും ഒന്ന് വിവരിച്ചാൽ.
പ്രജീഷ്, അതിന് മുമ്പ് ഇപ്പം ഈ തന്ത്രിയുടെ റോൾ എന്താണെന്ന് ചോദിച്ചല്ലോ, ഞാനൊരു മറുപടി പറയാം. അതായത് ക്ഷേത്രത്തിൽ ശ്രീകോവിലും ബിംബവുമാണ് ഏറ്റവും പ്രധാനം. അതിന് രണ്ടിലും ഏതെങ്കിലും തരത്തിലുള്ള പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള പോറലുമായി അത് ആരാധനയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ താന്ത്രിക വിധി പ്രകാരം എവിടെയെങ്കിലും ക്ഷേത്ര ശ്രീകോവിലിൽ ചോർച്ചയുണ്ടെങ്കിൽ, ക്ഷേത്ര ബിംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളുണ്ടെങ്കിൽ, അതുപോലെ ശ്രീകോവിലിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും കേടുപാടുകളുണ്ടെങ്കിൽ അതൊക്കെ അപ്പം തീർത്തു പോകണം. അത് തന്ത്രിയുടെ ഉപദേശം തേടുകയും ചെയ്യാം. ഇനിയിപ്പോൾ പ്രജീഷ് ചോദിച്ച കാര്യം, മുരാരി ബാബു ഇന്ന് വന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചു കാണുമല്ലോ. എന്തോ പറഞ്ഞത്? സ്വർണ്ണപ്പാളിയിൽ ചെമ്പ് തെളിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉത്തരവ്. ചെമ്പുപാളി സ്വർണം പൂശാൻ വിടുന്നു എന്നുള്ളതായിരുന്നു 2019 ആ ഉത്തരവിന്റെ പേരിലാണ്. അങ്ങനെയാണെങ്കിൽ മുരാരി ബാബു ആ ഉത്തരവിൽ സ്വർണം പൂശിയ ചെമ്പുപാളി എന്ന് എഴുതണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. ഇപ്പൊ 2025 എന്തിനാണ് കൊണ്ടുപോയത്? സ്വർണം പൂശിയ പാളിയിൽ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ അങ്ങനെ ആയിരുന്നെങ്കിൽ 2019 സ്വർണ്ണപ്പാളി ആയിരുന്നെങ്കിൽ അതിന്റെ നിറം വാങ്ങി, അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പഴയ ചിത്രങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ച്, അല്ല, പഴയ ചിത്രങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് പ്രതീക്ഷ ഇതിനു മുമ്പ്, കാരണം മുരാരി ബാബു ഇന്ന് വന്ന് പറഞ്ഞത് മൊത്തം കള്ളമാണ്. ആ കള്ളത്തില് ഒരു കള്ളം ആദ്യം പൊളിക്കണം. അതായത് ഒരു കള്ളം പൊളിക്കാനുള്ള വസ്തുത സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സ്വർണ്ണപ്പാളിയാണ്, ചെമ്പ് തെളിഞ്ഞ സ്വർണ്ണപ്പാളിയാണ് മുരാരി ബാബു പറയുന്നത് പോലെ അന്ന് കൊണ്ടുപോയതെങ്കിൽ അത് സ്മാർട്ട് ക്രിയേഷൻസ് അതിനകത്ത് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യില്ല. ഒരിക്കൽ പ്ലേറ്റ് ചെയ്ത ഒരു പാളി ഉണ്ടെങ്കിൽ, അപ്പൊ പുതിയ കോപ്പർ പ്ലേറ്റിലാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ ആ കള്ളം പൊളിഞ്ഞല്ലോ, അങ്ങനെ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളത്. മറ്റൊന്ന്, ഇവരെല്ലാം ഇത്രയും കാലം ചെമ്പാണ് പുതിയതായിട്ട് സ്വർണം പൊതിയാൻ വേണ്ടി കൊണ്ടുപോയതാണ് എന്നാണ് പറഞ്ഞത്. മറ്റൊരു കള്ളം പുള്ളി എന്ന് പറഞ്ഞത്, ഈ മേൽക്കൂരയിൽ മാത്രമേ സ്വർണം പൊതിഞ്ഞിട്ടുള്ളൂ, ബാക്കി എല്ലായിടത്തും സ്വർണം പ്ലേറ്റ് ചെയ്യുകയാണ്, അതായത് പൂശുകയാണെന്നാണ് പറഞ്ഞത്. ബാക്കി സ്വർണം അപ്പൊ പൂശുകയാണെന്നാണ് പറഞ്ഞത്. അവിടെ ശബരിമല സന്നിധാനത്ത് വിജയമല്യ എല്ലായിടത്തും സ്വർണം പൊതിയുകയാണ് ചെയ്തത്. ഇലക്ട്രോപ്ലേറ്റിംഗ് അവിടെ നടന്നിട്ടില്ല. ഈ ചിത്രത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്, ഇത് 2019 ഏപ്രിലാണ്. 2019 ജൂലൈയിലാണ് ഈ മുരാരി ബാബു പറയുന്ന ഉത്തരവുമായിട്ട് ഈ സ്വർണ്ണ പൂശാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് പാളി ഇളക്കിക്കൊണ്ട് പോകുന്നത്. ഇത് നോക്ക്, 2019 ഏപ്രിലിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ചെമ്പ് തെളിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം പറഞ്ഞത് എന്താ? മൊത്തം ഈ തേഞ്ഞു പോയി ഇതിന്റെ ചെമ്പ് തെളിഞ്ഞു എന്നാണ്. ഇത് തങ്കം, തനി തങ്കമാണ്, 24 ക്യാരറ്റ് എന്ന് പറഞ്ഞ തങ്കമാണ്. ആ നല്ല പ്രഭയോടിരിക്കുന്നു. ഇനി അദ്ദേഹം പറഞ്ഞ മാതിരി ഒരു മങ്ങൽ ഉള്ളത് ഈ ഭാഗത്താണ്. ഇത് പീഠഭാഗമാണ്. ഈ പീഠം മാറ്റിയോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. ഇവിടെ തെയ്യും. കാരണം എന്താണെന്നറിയോ? ഇത് ഇവിടെ സോപാനം ഡ്യൂട്ടിയിലുള്ള ഇവിടെ എപ്പോഴും 2 ദേവസ്വം ജീവനക്കാർ കാണും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ശ്രീകോവിലിന്റെ നട തുടയ്ക്കാനും ഇവിടെ എപ്പോഴും ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു തുണിയൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടാവും. ഇവരിവിടെ എപ്പോഴും പിടിച്ചോണ്ട് നിൽക്കും. ഇവിടെ പിടിക്കുകയോ ഇവിടെ ഇങ്ങനെ നിൽക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്വർണ്ണം അവിടെ തേഞ്ഞ് ഒരു ചെറിയ മങ്ങലുണ്ടാകും. ആ മങ്ങൽ മാത്രമേ ഉള്ളൂ. അത് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ഈ മങ്ങലാണോ ഇത് മൊത്തം മാറ്റി സ്വർണം പൂശാനായിട്ട് ചെമ്പെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോയത്? അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് മങ്ങിയതാണെങ്കിൽ ഇത് ചെമ്പാന്ന് പറഞ്ഞ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. തനി തങ്കമായിട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവരുടെ കണ്ണിനെന്തോ കുഴപ്പമുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ചുമന്നിരിക്കുകയാണെങ്കിൽ. സ്മാർട്ട് ക്രിയേഷൻ അഭിഭാഷകൻ തന്നെ പറഞ്ഞൊരു കാര്യമല്ലേ, ഒരിക്കൽ സ്വർണം പൂശിയാൽ ഒരു തരി സ്വർണ്ണമെങ്കിൽ അതിൽ അവശേഷിക്കും, പൂർണ്ണമായും ചെമ്പായി മാറും. ഇല്ല, അവര് പറഞ്ഞു അതിനകത്ത് ഒരു സ്മാർട്ട് ക്രിയേഷൻസിന്റെ കയ്യിൽ കിട്ടുന്നത് വെറും ചെമ്പ് പാളിയാണ്. ഇനി അന്ന് അവിടെ ചെന്ന തിരുവാഭരണ കമ്മീഷണർ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് അഴിച്ചിട്ടിരിക്കുന്ന കോപ്പർ പ്ലേറ്റുകളാണ് കാണുന്നത്. അപ്പൊ അദ്ദേഹം വെറും കള്ളമാണ് പറഞ്ഞത്. മുരാരി ബാബുവിന് ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തല്ലോ. അതായത് പിന്നെ ഒരു കാര്യം, ഈ മുരാരി ബാബു എന്ന ക്യാരക്ടറിനെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു 2 ദിവസത്തിനുള്ളിലാണെന്ന് തോന്നുന്നത് അല്ലേ, നമ്മൾ ഈ ഒരു ചിത്രത്തിലേക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയിലേക്ക് വരുന്നത്. ഇദ്ദേഹത്തിന് വളരെ വലിയ ചുമതലകളൊക്കെ ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇത്തവണ ആഗോള അയ്യപ്പ സംഗമം നടന്നപ്പോൾ ഭക്ഷണത്തിന്റെ മുഴുവൻ ചുമതലയും ഈ വിദ്വാൻ എന്താണ് റിട്ടയർഡ് ആവുന്നത്? റിട്ടയർമെന്റ് അല്ല, നിലവിൽ അദ്ദേഹം ഹരിപ്പാട് ഡെപ്യൂട്ടി കമ്മീഷണറാണ്. അപ്പോൾ ദേവസ്വം ബോർഡിൽ 4 ഡെപ്യൂട്ടി കമ്മീഷണർമാരുള്ളത്. അതിൽ ഹരിപ്പാട് ഡെപ്യൂട്ടി കമ്മീഷണറായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മോടൊപ്പം രഘുനാഥ് കൂടി ചേരുകയാണ്. രഘു, ഇപ്പോൾ മുരാരി ബാബുവിന്റെ നടപടി ഇപ്പോൾ വരികയാണ്, അദ്ദേഹത്തിന്റെ ശേഷമുള്ള പ്രതികരണം കൂടി വരികയും ചെയ്തു. അതായത് എനിക്ക് തോന്നുന്നു ഈ സർവീസിൽ ഇപ്പോൾ ഉള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ, അതെ, അതായത് സർവീസിൽ ഇപ്പോൾ നിലവിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്റെ റോളാണ് സംബന്ധിച്ചാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചത്. മാത്രമല്ല രഘു എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, കാരണം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് താങ്കൾ ഇക്കാര്യങ്ങൾ അറിഞ്ഞില്ല? കാരണം ഇത്തരം ഫ്രോഡുകൾ കൂട്ടങ്ങൾ അവിടെ ശബരിമലയിൽ വരുമ്പോൾ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി 2019 ഇരിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന് വലിയ ചുമതലകളാണ് ലഭ്യമാകുന്നത്. അപ്പോൾ എന്താണ് ഈ നടപടി സംബന്ധിച്ചൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം എന്താണ്? നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും മുരാരി ബാബു ഉറച്ചു നിൽക്കുന്നത്. രഘു,
അതെ, കാരണം തന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെമ്പ് അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി അത് ചെമ്പാണെന്നുള്ള റിപ്പോർട്ട് നൽകിയത് എന്ന് മാത്രമല്ല അനുബന്ധമായി എന്തോ ഒരു റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ആണ് ഈ നടപടികളെല്ലാം, അതായത് തുടർന്ന് ഈ ചെമ്പുപാളിയിൽ മേൽ നടത്തിയ ജോലികളെല്ലാം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മുരാരി ബാബുവിൻ്റെ വിശദീകരണം. ആ വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ബോർഡ് എടുക്കുന്ന ഈ തീരുമാനവും അംഗീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സസ്പെൻഷനും അംഗീകരിക്കുന്നു. മറ്റു കാര്യങ്ങളിൽ കൂടുതൽ പ്രതികരിക്കാനില്ല. പറഞ്ഞതുപോലെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, നമ്മൾ താങ്കളെ മാത്രം ബലിയാടാക്കിയോ എന്നുള്ള ചോദ്യത്തിനൊന്നും അദ്ദേഹം കൃത്യമായ രീതിയിലുള്ള മറുപടി നൽകുന്നില്ല. കാരണം ഇത് ഞാൻ ഇപ്പോഴും അല്ലെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ മുരാരി ബാബു മാത്രം വിചാരിച്ചാൽ ഈ കാര്യങ്ങളൊന്നും അവിടെ നടക്കില്ല. പക്ഷേ അതിനൊരു തുടക്കക്കാരൻ മുരാരി ബാബു ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത് നമുക്ക് തൽക്കാലം അതിനെക്കുറിച്ച് ആശ്വസിക്കാം. പക്ഷേ അപ്പോഴും ഈ മുരാരി ബാബു മാത്രമാണോ ഇതിന് ഉത്തരവാദി? ശബരിമല പോലെയുള്ളൊരു വലിയ ക്ഷേത്രത്തിൽ ഇത്ര വലിയ ക്രമക്കേട് ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ മാത്രം നടക്കും, അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ മാത്രം കണ്ണടച്ചാൽ ഇത്രയും വലിയ ക്രമക്കേടുകൾ അവിടെ നടക്കുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉയരുന്നുണ്ട്. എന്തായാലും മുരാരി ബാബു ദേവസ്വം ബോർഡ് എടുത്ത നടപടിയെ ജീവനക്കാരൻ എന്ന നിലയിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഇനി നിയമ നടപടിക്ക് പോകും, സസ്പെൻഷൻ, അതൊന്നും പോകാനുള്ള സാധ്യതയില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തെ 10-30 വർഷമായി അവിടെ ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. തീർച്ചയായും രഘു വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് വിശദീകരിച്ചത്. അനന്തൻ, അങ്ങനെയെങ്കിൽ വളരെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർ മാത്രമാണ്, കാരണം അവിടെ ഒരു തിരുവാഭരണം അതിന്റെ കമ്മീഷനുണ്ട്, മറ്റ് ഉദ്യോഗസ്ഥരുണ്ട്, അതിന്റെ തലപ്പത്ത് ബോർഡ് അംഗങ്ങളുണ്ട്, ബോർഡ് പ്രസിഡന്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വലിയൊരു ഹൈറാർക്കി നിലനിൽക്കെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രം ഒരു താല്പര്യം, ഒരു പ്രത്യേക താല്പര്യം കാണിച്ചുകൊണ്ട് അവിടെ അവസാനിക്കുന്ന കാര്യമാണോ? ഒരിക്കലുമില്ല. ശബരിമല സന്നിധാനം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ്, ഏറ്റവും കൂടുതൽ സ്വത്തുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഇതിപ്പോൾ ഹൈക്കോടതിക്കും ബോധ്യപ്പെട്ടു. ഈ കാണുന്നത് ഇത് ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് എടുത്തു കൊടുക്കുന്നതിന് തൊട്ട് 2 മാസം മുമ്പുള്ള ചിത്രമാണ്. അപ്പോൾ അതിൽ ആ ദ്വാരപാലക ശില്പങ്ങളുള്ളത് തങ്കമാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. കോടതിക്കും ബോധ്യപ്പെട്ട കാര്യം എന്താണ്? ഇത് എടുത്തുകൊണ്ടുപോയി മറിച്ചു വിറ്റു എന്നുള്ളത് കോടതിക്കും ബോധ്യപ്പെട്ടു. അപ്പോഴും ഇവർ പറയുകയാണ് അത് ചെമ്പായിരുന്നു എന്ന്. കോടതിക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഇവിടെ അട്ടിമറിയാണ്. അപ്പോൾ വീണ്ടും ഈ മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥർ പറയാണ്, പത്മകുമാറും പറയാണത് ചെമ്പ് തെളിഞ്ഞ സ്വർണ്ണപ്പാളിയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്, ചെമ്പുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവരൊരു കാര്യം സമ്മതിച്ചാൽ പോരെ, ഇനി അവർ കബളിപ്പിക്കപ്പെട്ടതാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ. ഉണ്ണികൃഷ്ണൻ നമ്പൂരി ഇങ്ങനെ വന്നാണ് ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളെ കബളിക്കപ്പെട്ടു. അപ്പോൾ അതല്ല, ഇവർക്കെല്ലാം ഇതിനകത്ത് എന്തോ ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. തീർച്ചയായും അവിടെയാണ് അനന്തൻ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അറിവിലേക്ക്, കാരണം മുൻ ദേവസ്വം വകുപ്പ് പ്രസിഡന്റ്, ദേവസ്വം പ്രസിഡന്റ് 2019 പിന്നീട് മാറി വന്ന 1-2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്, അതിന് മുൻപിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്. മാത്രമല്ല നമുക്ക് ആലോചിക്കണം, നമ്മൾ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി എന്താണ് പറഞ്ഞത്? ദേവസ്വം വകുപ്പ് മന്ത്രി താനൊന്നും അറിയുന്നില്ലേ, തനിക്കൊന്നും അറിയില്ലേ എന്ന് കൈമലർത്തുകയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ഈ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പിന്നീട് നിലവിലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കൂടിയ PS പ്രശാന്തിനെ എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയും? അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റിലൂടെ വന്നതാണ്, പൊളിറ്റിക്കലി CPM-ന്റെ ഭാഗമാണ്. അപ്പോൾ 2010 എനിക്കൊന്നും അറിയില്ലേ, അത് മറ്റാരോ ആണെന്ന് പറയാൻ കഴിയുമോ? കാരണം ഒരു സിസ്റ്റത്തിന്റെ മൊത്തം ഭാഗമാണ്. അവിടെ പ്രശാന്തിന് അടക്കം തെറ്റ് പറ്റിയിട്ടുണ്ട്.